ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് ഫ്രഷായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നമുക്ക് ക്യാബ് പിക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മൾ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രഷപ്പായി പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ക്യാബ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ചേട്ടൻ തമിഴായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഈ മലേഷ്യ ടോട്ടലി മിക്സ്ഡപ്പ് ആണ്, അതായത് ഇവിടെ ഇന്ത്യൻസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, പിന്നെ മലേഷ്യൻ പീപ്പിൾസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമ്മുടെ ഐറ്റ്നറി എന്ന് പറയുന്നത് പിങ്ക് മോസ്കും ചൈനീസ് ടെമ്പിളും ആണ്. അത് കഴിഞ്ഞ് ചേട്ടൻ നമ്മളെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഈവനിങ് ഒരു ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോറിംഗ് കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾ. ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് പിങ്ക് മോസ്കിലോട്ടാണ്. നമ്മൾ പറയുന്നത് കേരളമാണ്, ഭയങ്കര ഗ്രീനറി എന്നൊക്കെയാണ്. മരവും ചെടിയും മാത്രമേ ഉള്ളൂ ഇവിടെ. ഫുൾ ഓഫ് ട്രീസ്. ശരിക്കും അത് നല്ല ഭംഗിക്ക് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഫുൾ ട്രീസ് ആണ്. മേ ബി നമ്മൾ സിറ്റിയിലോട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ടാവാം അവിടെ ബിൽഡിങ്സ് ആയിരിക്കാം കൂടുതൽ. പക്ഷെ ഇതിപ്പോൾ എയർപോർട്ടിന് അടുത്തുള്ള ഏരിയാസ് ആണ് ഇതൊക്കെ. ഫുൾ ഓഫ് ട്രീസ്, ഫുൾ ഗ്രീനറീസ്. പക്ഷെ നല്ല വെയിലുണ്ട്, അത് അടിച്ചിട്ടാ ഫുള്ള് കരിഞ്ഞൊക്കെ വെപ്പുണ്ട് കുറെയൊക്കെ. എൻ്റെ ഔട്ട്ഫിറ്റ് ഒക്കെ എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, മെയിനായിട്ട് കാണിച്ചു തരാം. ഇതിൽ വലുതായിട്ട് കാണാൻ വയ്യ. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് പോകുന്നത് പുത്രജായ ടെമ്പിൾ. എന്താ പുത്രജായ മോസ്ക് ആണോ? എന്താ മോസ്ക്? ഫസ്റ്റ് ഞങ്ങൾ പുത്രജായ മോസ്കിലോട്ടാണ് പോകുന്നത്. അവിടെ ആക്ച്വലി നമുക്കൊരു റെഡ് ഡ്രസ്സ് ഒക്കെ കിട്ടും. നമ്മളെപ്പോഴും റീലിലും ഫോട്ടോസിലും ഒക്കെ കാണും അത്. സോ നമുക്ക് അതൊക്കെ ഇട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. അമ്യൂസ്മെന്റ് പാർക്കാണോ? ഈ വ്യൂ ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലം. ഇതൊരു ബ്രിഡ്ജാണ് കേട്ടോ ആക്ച്വലി. ഇതിന്റെ ബാക്കിലത്തെ ഒരു വ്യൂ അതേ പോയതാ. നൈസ്. നല്ല വെയിലുണ്ട്. നമ്മുടെ നാട്ടിലത്തെക്കാട്ടിലും നാട്ടിൽ ഈ വെയിലില്ലടാ, നല്ല വെയിലുണ്ട് കേട്ടോ. അതെ, നമ്മള് കൂടുണ്ട്. അപ്പോൾ നമ്മള് പുത്രജായ മോസ്കിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫ്രഷപ്പായി ഇറങ്ങുവാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ദെൻ നമുക്ക് മോസ്കിൽ കയറാം. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. എനിക്ക് സത്യം പറഞ്ഞ വെയിൽ കാരണം നിങ്ങളെ കാണാൻ വയ്യ ഗൈസ്. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വളരെ കുറവാണ്. ഫുള്ള് മലേഷ്യൻ ലാംഗ്വേജിലാണ് അവർ എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ചെറിയ വാക്കുകളൊക്കെ വെച്ച് നമ്മൾ പിടിക്കണം. ടോയ്ലറ്റ്, റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ പിടിക്കേണ്ടി വരും. കണ്ടോ, റെസ്റ്റോറൻറ്റ്, കരി, കപ്പ, കേപ്പാള, ഇക്കാൻ, കമ്പോങ്ക്, പാണ്ടൻ, എന്തൊക്കെയോ ഫുഡുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇന്ത്യയിൽ ലൈറ്റായിട്ട് ട്രൈ ചെയ്യാം. ആക്ച്വലി നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് തേടി വന്നതാണ്. പക്ഷെ അവർ പറയുന്നത് 11 o'clock ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ആവുമെന്നാണ്. അപ്പോൾ 11 o'clock മുതൽ ഇവിടെ ലഞ്ച് ടൈമാണ്. അങ്ങനെ നമ്മൾ 22 റിക്കറ്റ് കൊടുത്തൊരു ബിരിയാണി വാങ്ങി. ഞാൻ കാണിച്ചു തരാൻ കഴിയുന്ന ബിരിയാണി ഇത്രയുമാണ് നമ്മുടെ 22 റിങ്കറ്റിൻ്റെ ബിരിയാണി. ഇതാണ് ഇവിടുത്തെ ബിരിയാണി ഗൈസ്. ചിക്കൻ ബിരിയാണി എന്നാണ് ഇതിനെ പറയുന്നത്. 22 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 450 റുപ്പീസോളം വരുന്നുണ്ട് ഗൈസ്. അതും വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ച് 2 പേരും കൂടെ ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇറ്റ് ഈസ് റിയലി ഗുഡ് ഗൈസ്. നമ്മളിപ്പോൾ പുത്രജായ മോസ്കിനകത്ത് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് ക്യൂ നിൽക്കുവാണ്. ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവരിട്ടേക്കുന്ന അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവും. കിട്ടുമായിരിക്കും, നോക്കാം. എന്നെ ഞാൻ തന്നെ ഒന്ന് കണ്ടോട്ടെ, എന്താണിത്. അപ്പം നമ്മൾ ചെരുപ്പ് പുറത്ത് എടാ നിനക്ക് തലേന്ന് എന്തിനാ അങ്ങനെ നടക്കണേ? എനിക്കിത് ഇങ്ങനെ നടക്കണേ.
ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ ഫാൻസി ഡ്രസ്? തൊപ്പി വന്ന് തലയിൽ കൂടെ കണ്ണിൽ കൂടെ വീഴുന്നു ഗൈസ്, ഒന്നും കാണാൻ വയ്യ. അപ്പോൾ ആക്ച്വലി നമുക്ക് ചെരുപ്പ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് വയ്ക്കണം. ഇതുപോലൊരു റാക്കിലാണ് നമ്മൾ ചെരുപ്പ് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകണം. ഇതാണ് നമ്മുടെ പുത്രജായ ടെമ്പിളിൻ്റെ ഒരു വ്യൂ. അല്ല സോറി, മോസ്ക്. Yeah. Look, Chichi. How is our fancy dress, guys? Nice. നമുക്ക് ഉള്ളിലോട്ട് പോകാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മോസ്കിനകത്തുള്ളൊരു വ്യൂ. അപ്പോൾ അവിടെ പ്രത്യേകം സൈലന്റ് ആയിരിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ബോർഡ്സിലായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളും മന്ത്രങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്നും വായിക്കാൻ അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല ഗൈസ്. പിന്നെ അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താ അറിയോ, ഞങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആക്ച്വലി എല്ലാവരും പുറംതിരിഞ്ഞ് നിന്നാൽ ഒരേ കണക്കിരിക്കും. ബിക്കോസ് സെയിം ഡ്രസ്സ് ആണല്ലോ എല്ലാവരും ഇട്ടേക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ നേരം ചേച്ചിയെ കാണാണ്ട് അവളെ നോക്കി കുറേ നേരമൊക്കെ നടന്നു. ബിക്കോസ് ഇപ്പൊ പുറംതിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല. ഇഷ്ടപ്പെട്ടാ? വാങ്ങിക്കാമോ? സൂപ്പർ, 2 വാങ്ങി. ഇതപ്പോൾ രാത്രി ഇട്ടുകൊണ്ട് കിടക്കും. ഗേസ്, ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാമെന്ന് എനിക്കറിയില്ല. ബട്ട് ശരിക്കും എനിക്കിത് കണ്ടിട്ട് ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ, ഒരു പെയിൻറ്റിങ്, അതുപോലെ തോന്നുന്നു. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഇങ്ങനെ കാണാനായിട്ട്. ഒരു രക്ഷയില്ല. ആ ഒരു ഗ്രീനറിക്കിടയിൽ ആ ഒരു ബിൽഡിംഗ് മാത്രം അടിപൊളിയായിട്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്നിറങ്ങി പിന്നെ നേരെ പോയത് ഈ കാണുന്ന ചൈനീസ് ടെമ്പിളിലോട്ടാണ്. തിയാൻഹൗ ടെമ്പിൾ എന്നാണ് ഇതിന്റെ പേര്. ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണേ. അതുപോലെ തന്നെ പുറത്ത് ഇങ്ങനെ ഒരു സാധനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തോ ചൈനീസ് ദേവത എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്, തിയാൻഹൗ ടെമ്പിൾ അങ്ങനെ എങ്ങോട്ടാണ് ഇതിൻ്റെ പേര്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ താഴെ എഴുതി കാണിക്കാം എന്താ പേരെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടെമ്പിളാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇതൊക്കെ ലൈറ്റ്സ് ആണോ ഇവിടെ കിടക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ മോർണിംഗിൽ വന്നത് കാരണം ലൈറ്റൊന്നും അങ്ങനെ കത്തിച്ചിട്ടൊന്നുമില്ല അവർ. അപ്പോൾ എനിക്കിതെല്ലാം ലൈറ്റ്സ് ആണോ എന്നൊരു ഡൗട്ട്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ചൈനീസ് ടെമ്പിളിലൊക്കെ വരുന്നത്. അടിപൊളി, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല മഞ്ഞയും ചുവപ്പും നിറങ്ങളിലിങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇഷ്ടമായി. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ എന്താ സ്ലീവ്ലെസ് ഷോർട്സ് ഇതൊന്നും ഇട്ടിട്ട് അമ്പലത്തിനുള്ളിലോട്ട് കയറ്റത്തില്ലെന്ന് ഗേൾസിനെ. എങ്ങനെയാണെന്നറിയില്ല. ഞങ്ങൾ എന്തായാലും ഇത് 3ാമത്തെ നിലയിലാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഇത്രയും നടന്ന് സ്റ്റെയർ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും നോക്കാം. കയറ്റാണെങ്കിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതിയെ പോകാം ഗേൾസ്. ഇങ്ങനെ കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഇത് എന്താണെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്നാണ്. ഈ പൂവിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് വേണമെന്നില്ല, നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാം. ഇതൊന്നും അവർ തരത്തില്ല, പക്ഷെ നമ്മൾ കുറച്ചൊക്കെ ചോദിക്കുവാണെങ്കിൽ അവർ തരും. അപ്പോൾ നമുക്ക് എന്തേ കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളും കുറച്ച് പൂവൊക്കെ എടുത്തു. അവരെ ബാസ്ക്കറ്റിൽ എടുത്തിരുന്ന ഈ പൂവെന്ന് നമുക്ക് എടുക്കാം. ഇതൊക്കെ എന്തൊക്കെയോ സ്കൾപ്ചേഴ്സ് ആണ് കേട്ടോ. അവരുടെ ട്രഡീഷന്റെ കൾച്ചറിന്റെ എന്തൊക്കെയോ ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല.
കുട്ടി എന്തൊക്കെയോ കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഗൈസ്. ആക്ച്വലി കിളി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഭയങ്കര ഫാൻസ്. കേരളത്തിലെ പെൺപിള്ളേർക്ക് അതും നല്ല സുന്ദരി പെൺപിള്ളേര് വന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ. അവരുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങളെ ഫോട്ടോ കാണിക്കാം കേട്ടോ. കരിഞ്ഞ് ചത്ത് നിൽക്കുന്നത് എന്നിട്ട് അതിനെ നോക്കിയിട്ട് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ. ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ട് 3ാമത്തെ പേരാണ് ഫോട്ടോ എടുക്കാൻ വന്നത് കഴിച്ചു. ചിലപ്പോ അവർക്ക് കറുപ്പായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ അവർക്ക് ഈ ഭംഗിയായിരിക്കും ഇഷ്ടം. ബേബി. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ ഹോട്ടലിലോട്ടാണ്. നമുക്ക് 3 മണിക്കാണ് അവിടെ ചെക്ക് ഇൻ ടൈം. നമ്മൾ ചിലപ്പോൾ അതിന് മുമ്പ് എത്താൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല, നോക്കാം. 3 മണിക്ക് എന്തായാലും അവിടെ ചെക്ക് ഇൻ ആവത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ലോബിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി അവിടെ ചെന്നിട്ട് നമുക്കൊന്ന് ഉറങ്ങണം, നല്ല ടയർഡ്. എന്നിട്ട് 7 മണിക്കാണ് നെക്സ്റ്റ് നമ്മൾ എന്താ ഫുഡ് സ്ട്രീറ്റ് അല്ലേ, എന്തോ ഒരു സ്ട്രീറ്റാണെന്ന് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹോട്ടലിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഹോട്ടൽ. വലിയൊരു യമണ്ടൻ ബിൽഡിംഗ് ആണ് കേട്ടോ. മുഖമൊക്കെ എന്തോ പോലെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ചുടങ്ങിയൊക്കെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു അടച്ചോട്ട് പോവലിയുടെ കുട്ട. 12 നമുക്ക് നമ്മുടെ റൂം നമ്പർ 1226. ഇത് 1201 മുതൽ 12 അങ്ങട് 1215 മുതൽ 1228 വരെ. ഹായ്, 26 അല്ലേ? റെഡി? അവിടെ 27 അപ്പോൾ 26. ഓക്കെ, ഇവിടെ ആളുണ്ടോ നോക്ക്. ഓക്കെ, ഹായ്. അടിപൊളി. ആക്ച്വലി ഇതിൽ കാണുന്നതേ അല്ല കേട്ടോ ഇതിൻ്റെ ലൈറ്റ്. ഒരു വേറൊരു കിടില ലൈറ്റ്. നോക്കൂ കഴിച്ചത് വിശാലമായ മിറർ സൗകര്യങ്ങൾ. അയൺ ബോക്സ്. ഓ, അയൺ ബോക്സ്. എവറിത്തിങ് ഈസ്. ഇതല്ല അയൺ ബോക്സ്, ഇതാണ് അയൺ ബോക്സ്. സോറി, എവറിത്തിങ് ഈസ് ഹിയർ. ടൂത്ത് ബ്രഷ്. ടൂത്ത് ബ്രഷ് എടുത്തിട്ടോ എന്തായാലും. ടൂത്ത് ബ്രഷ്. ചിലപ്പോൾ എന്തെങ്കിലും കൂടെ ഉണ്ടോ ചേച്ചി? ലുക്ക്, ഹെയർ ഡ്രയർ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ റൂമെത്തി ഫ്രഷായി. പിന്നെന്താ, എനിക്ക് വിശക്കുന്നു. ഞങ്ങൾ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിന് ഇവിടെ ഒരു 11 മണിയായിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ. ഇപ്പോൾ ഒരു 3 മണിയായി. അപ്പം ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന് ഞാനൊരു പ്ലം കഴിക്കുവാണ്. പിന്നെന്താ, ഇനി നമുക്ക് 7 മണിക്കാണ് ഇനി നെക്സ്റ്റ് ട്രിപ്പ്. ഇന്ന് നമ്മൾ ഫുഡ് സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ഞം ഇത് കഴിക്കട്ടെ, പറയാം. ഫുഡ് ഫസ്റ്റ്. നമ്മുടെ റൂമിൽ ഇങ്ങനെ 2 ബെഡാണ് ഉള്ളത്. അപ്പോൾ വിശാലമായി നമുക്ക് കിടന്നുറങ്ങാം. ഗൈസ് ചപ്പി എൻ്റെ കൊച്ച്. ജമ്മു എന്തേടി? മലേഷ്യ. അതിനെന്തോ ആട്ടം ഉണ്ട് ഗൈസ്. കിളി പോയിരിക്കാൻ തോന്നുന്നു. ഹായ്. ഞാനിവിടെ വന്നവിടെ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളും സ്കിൻ കെയർ സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. എപ്പോഴും ആ പാണ്ടം പെട്ടി എനിക്ക് വലിച്ചു തുറക്കാൻ വയ്യ, അതുകൊണ്ടാണ്. പിന്നെന്താ, പിന്നെ ഇവിടെ 2 ബ്രഷ് വെച്ചിട്ടുണ്ട്, 2 ഗ്ലാസ്. ഇതെന്താ സാധനം? ഓ, ഷവർ ക്യാപ്പ്. ഓക്കെ, ക്യാപ്പ്. നമുക്ക് തല കഴുകണമെങ്കിൽ ഈ സാധനം ഇട്ടിട്ട് കുളിക്കാം. പിന്നെ അവിടുത്തെ ഇതുപോലെ 2 ബോട്ടിൽ ഫുൾ ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു ഗൈസ്. ശരിക്കും ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ വന്നു. അതിനൊരു കാരണമുണ്ട്. കുറച്ചു മുന്നേ 2 റിങ്കറ്റ്, അതായത് നാട്ടിലെ ഒരു 40 രൂപ കൊടുത്തിട്ടാണ് ഒരു ചെറിയ ബോട്ടിൽ വെള്ളം ഞങ്ങൾ വാങ്ങിയത്. ഇവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര വിലയാടാ. നമ്മളിവിടെ മിനറൽ വാട്ടർ വാങ്ങുന്നതിനെക്കാട്ടിലും നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് കോള കുടിക്കാൻ പറ്റും ഇവിടെ. ഇപ്പോഴാടാ വെള്ളത്തിന്റെ ഒക്കെ ഒരു വില മനസ്സിലാവുന്നത്. അപ്പൊ അതിന്റെ ഒരു വിഷമം നമുക്കുണ്ട്. അപ്പൊ എന്തായാലും ആ കുപ്പി കണ്ടപ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊന്ന് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഫോണിൽ ചാർജില്ല. അപ്പോൾ ചാർജിന് ഫോണൊന്ന് കുത്തിയിട്ടിട്ട്
ഒന്ന് കിടന്ന് ഉറങ്ങണം. ഉറങ്ങി എണീറ്റിട്ട് റെഡി ആയിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ചുറ്റാൻ ഇറങ്ങാനുള്ളത്. അപ്പോൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇനി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ്, ഒരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഓക്കേ. ഇടനാഴികൾ ഒരുപാടുള്ളത് കാരണം നമുക്ക് വഴിയുടെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അല്ല, ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. നമ്മുടെ ചേട്ടൻ പറയുന്നത് ഇവിടെ നല്ല വാഴയിലയിലുള്ള ഫുഡൊക്കെ കിട്ടുന്നതാണ്. വാഴയിലയുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ചേച്ചി വീണ്ടും ഞങ്ങൾ ഇവിടെ ചേട്ടൻ വാഴയില എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് വാഴയില എന്ന് കേൾക്കാത്തവരെ ഓക്കെ വാഴയില, ഓ മൈ ഗോഡ്, അങ്ങനെ. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഹോട്ടലിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ രാത്രിയൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം എന്തൊക്കെ കിട്ടും എന്നുള്ളത്. ലെറ്റ്സ്. എന്തായാലും ഇപ്പം നമ്മൾ മലേഷ്യൻ ഫുഡ് മാത്രമല്ല, ആക്ച്വലി ഇവർ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ കൺട്രീസിലെയും ഫുഡ് നമുക്ക് അവിടെ ഇറ്റാലിയൻ ഫുഡ്, ചൈനീസ് ഫുഡ്, മലേഷ്യ ഫുഡ്, എല്ലാ കൺട്രീസിലെ ഫുഡ് നമുക്ക് ആ ഒരു ഫുഡ് സ്ട്രീറ്റിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഐ എം എക്സൈറ്റഡ്. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞങ്ങൾക്കങ്ങനെ എല്ലാ ടേസ്റ്റും ഇപ്പോഴും പിന്നെയും ഓക്കെയാണ്. പക്ഷെ ഞാനങ്ങനെ എല്ലാ ടേസ്റ്റും കൺഫ്യൂസ്ഡ് ഇഷ്ടപ്പെടുന്നൊരു ആളല്ല. അപ്പോൾ സോ എനിക്കെന്നെ കുറിച്ചൊരു ധാരണയുണ്ട്. എന്നാലും ലെറ്റ്സ് സീ. ചിലപ്പോ ചക്ക വീണ് പോയാൽ ചത്താലോ. നമ്മുടെ ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഗായ്സ്. സേ ഹായ്, സേ ഹായ്, ഹായ് ഹായ് ഹായ്. ചേട്ടാ നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ നമ്മളെ കൊണ്ടുപോവുക. അത് ട്രൈ ചെയ്യൂ, ഇത് ട്രൈ ചെയ്യൂ എന്നൊക്കെ. മലയാളം മലേഷ്യയിലുണ്ട് കേസ്. മലേഷ്യയിൽ വന്നിട്ട് നമ്മൾ മലയാളം കണ്ടു കേട്ടോ. ഇതൊരു മലയാളി റെസ്റ്റോറൻറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്തായാലും മലേഷ്യൻ ഫുഡ് സ്ട്രീറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നല്ലേ. ഫുഡ് ബൈ. അപ്പൊ നമുക്ക് എന്തായാലും വെരി ഫ്രണ്ട്ലി. ആക്ച്വലി ഇത് കുറച്ചധികം നല്ല റഷ് ഉള്ളൊരു ഏരിയ ആണ്. ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ്, ഫുൾ റെസ്റ്റോറൻറ്റ്സ് ആണ് പല കൺട്രീസിൻ്റെ. അവിടെ ഫ്രൈഡ് ആൻഡ് BBQ ഒക്കെ ഉണ്ട്. ഐ തിങ്ക് എന്താ നമ്മുടെ സ്ക്വിഡ് ചിക്കൻ അങ്ങനത്തെ ഫിഷ് ഒക്കെ ഉണ്ട് അവിടെ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബുക്കിറ്റ് പിങ്ചാങ്ങിലാണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് വന്നേക്കുന്നതിന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ്. ഫുൾ രണ്ട് സൈഡിലും ഫുൾ ഫുഡ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ മലേഷ്യൻ ഫുഡ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മലേഷ്യൻ, ഇറ്റാലിയൻ, ചൈനീസ് ഒക്കെ കിട്ടും, തായ്ലാൻഡ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്രയ്ക്കും ഫുഡ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതായത് എന്തെടുത്താലും നമ്മുടെ നാട്ടിലെ 100 രൂപയിലും കുറഞ്ഞൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ഒരു സാധനമാണെങ്കിൽ പോലും 100 രൂപ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഒരു പീസ് കേക്ക് എത്ര രൂപയാണ്? 30. ഇവിടെ അത് 150 ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അതെ ഷുഗർ ക്യാൻഡിയാ, കോട്ടൺ. കാണാൻ നല്ല രസം. We are going to play oyster.
ഗൈസ് ഇത് കഴിച്ചപ്പോഴാണ് ഞങ്ങളുടെ വായൊന്ന് ശരിയായത്. എനിക്ക് തിരക്ക് കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാണ്ട് നടക്കാൻ വയ്യ. മലേഷ്യ കാല് വേനിക്കുന്നു നടന്ന് എക്സ്പ്ലോറിങ് മലേഷ്യൻ ഫുഡ്സ്. ഇത് കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. ആക്ച്വലി നമ്മൾ കൊള്ളാന്ന് പറയുന്നത് ഇത് മാത്രമേ കുറിച്ചിട്ടുള്ളൂ. ഇതും കൂടെ അതെ കൊള്ളാം, കൊള്ളാം. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വെറൈറ്റി ഫുഡ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. ആക്ച്വലി ട്രൈ ചെയ്ത ഫുഡ്സിന്റെ വീഡിയോ ഒന്നും ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊരു സെപ്പറേറ്റ് വ്ലോഗായിട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവക്ക് വന്ന് മിക്ക ഫുഡ്സും പിടിക്കാതെ എനിക്ക് ட்ரை பண்ண எனக்கு എന്താ എക്സ്പ്ലോർ പண்றதுக்கு பெரிய இஷ்டம். മനസ്സിലായ ഞങ്ങളെ ഡ്രൈവർ ചേട്ടൻ ജനനി ചേട്ടൻ കൊണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങളെ കോസ്മോ ഹോട്ടലിലാണ് സ്റ്റേ. ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെ ഇതിനെന്തോ ഒരു പേരുണ്ട് കേസ്. അതായത് 2 റിവേഴ്സ് മെറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണിത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ ഹോട്ടല്. ഓപ്പോസിറ്റ് അല്ല, അതെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു വരാനുള്ള ദൂരല്ലേ ഉള്ളൂ. ഇവിടെ അടുത്തടുത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നടന്നു വരാൻ. സോ ഞങ്ങൾ അങ്ങനെ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ശരിക്കും ഇത് നേരിട്ട് കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. കാരണം ഫുൾ ഓഫ് ബ്ലൂ ലൈറ്റ് ആണ്. പിന്നെ ഒരു ഫോഗി എഫക്റ്റ് അവർ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഫുള്ളി നമുക്ക് അവർ ബ്യൂട്ടി ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവിടെ ഒരു വാട്ടർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ താഴെ കാണുന്നത് ഫുള്ള് ഫോഗാണ്. ആ ഫോഗ് കാരണം ശരിക്കും റിവർ പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. റൂമിലോട്ട് പോവാണ് ഗൈസ്. വയ്യ, കാലൊക്കെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മലേഷ്യയിലെ ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ. ഇറ്റ്സ് ഓവറോൾ അടിപൊളിയായിരുന്നു. ആക്ച്വലി നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഇത്രയും ദൂരം ഫ്ലൈ ചെയ്തിട്ടില്ല. ഫ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ്, അപ്പോൾ ഇതൊക്കെ കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷേ എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ഒരു കൺഫ്യൂഷനോ ടെൻഷൻ അടിക്കേണ്ട സിറ്റുവേഷൻസോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പൊ ഫസ്റ്റ് ഡേ ഓവറോൾ ഇഷ്ടപ്പെട്ടു. നമ്മൾ പോയ പ്ലേസസ് ആണെങ്കിലും പിങ്ക് മോസ്കോ, അതായത് പുത്രജായ മോസ്ക്, ഒരു രക്ഷയില്ല അവിടെ. പിന്നെ എവിടെയാ നമ്മൾ പോയത്? തേൻഹൗ ടെമ്പിൾ ആണെന്ന് തോന്നുന്നു അല്ലേ. അവിടെ ആണെങ്കിലും അവിടുത്തെ ഒരു വൈബ് തന്നെ ഭയങ്കര ഒരു ഡിവൈൻ ഫീലാണ് അവിടെ നമുക്ക് മൊത്തത്തിൽ നിൽക്കുമ്പോഴത്തേനും. ആ ഒരു വൈബ് തന്നെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അത് കഴിഞ്ഞത് നമ്മളിപ്പോൾ പോയത് ഫുഡ് സ്ട്രീറ്റിലാണ്. അതും നല്ലവണ്ണം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുഡ്സ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തെന്നല്ല, നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ കുറച്ചൊരു 4-5 ഐറ്റം ഫുഡ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് ഫുള്ളായി. നല്ലവണ്ണം കഴിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ അതൊന്നും ആവില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് മതിയായി. അപ്പോൾ മതിയായിരിക്കുന്നതിന്റെ മേൽ കൂടെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒന്നാമത് നമ്മളെല്ലാം ട്രൈ ആണല്ലോ. ഞാൻ എപ്പോഴും പറയും പോലെ എല്ലാവരും ട്രൈ അല്ലേ കേസ്. അപ്പോൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനുള്ളൊരു മൈൻഡും പിന്നെ നമുക്ക് വിശപ്പും കൂടെ ഇല്ലെങ്കിൽ അത് നമുക്ക് ഒട്ടും ഇഷ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇന്നത്തെ ട്രൈ ഒഴിവാക്കി, ഉപേക്ഷിച്ചു. എന്നിട്ട് ഇനി നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഒരു 3 ഡേയ്സ് കൂടെ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല ഫുഡ് സ്ട്രീറ്റ്സ്. പിന്നെ ഇവിടുത്തെ ലോക്കൽ ഡിഷസ് ഒക്കെ ഒട്ടുമിക്ക എല്ലാ റെസ്റ്റോറൻറ്റ്സിലും കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡ്സിന്റെ എല്ലാം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കില്ല. അത് ഞാൻ ടേസ്റ്റ് ഓഫ് മലേഷ്യ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണണം. കാരണം ഇത് തന്നെ ഇപ്പോൾ മലേഷ്യ ഡേ 1 എന്ന് പറയുന്ന ഈ ഒരു വ്ലോഗ് തന്നെ അത്യാവശ്യം ലെന്ത് ഉണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ കൂടെ എൻ്റെ ഫുഡും കൂടെ ആകുമ്പോഴത്തേനും അത് ഭയങ്കര സ്റ്റഫ്ഡ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യ ഫുഡ് വ്ലോഗ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ എല്ലാ വീഡിയോയും കാണുമല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും
ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ദിവസം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ലവ് യു ആൻഡ് ബൈ.